ഹലോ ഗുഡ് ഈവനിങ്. രാവിലെ ഒരു ലൈവ് വന്നപ്പോൾ അത് സൗണ്ട് കേൾക്കുന്നില്ല എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കേൾക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. തിരുവനന്തപുരത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. മഴയെല്ലാം മാറി നിൽക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കനകക്കുന്ന് കൊട്ടാരം. കനകക്കുന്ന് പാലസിന്റെ ഫ്രണ്ട് ഗേറ്റ് ആണിത്. ഇത് മ്യൂസിയം പോകുന്ന വഴി. ഈ പാലസിന്റെ ഫ്രണ്ട് ഗേറ്റില് കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സന്ദീപനി ആൻഡ് ഇന്നോവേറ്റീവ് സ്ട്രെസ് ഫ്രീ സ്കൂൾ നടത്തുന്ന ഒരു കുട്ടി എക്സിബിഷനിലേക്കാണ് വന്നേക്കുന്നത്. കുട്ടി ഓൺട്രപ്രണേഴ്സ്, കുഞ്ഞു മക്കളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിന്റെ എക്സിബിഷനാണിത്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം, എന്താണ് അവർ ചെയ്യുന്നതെന്ന് കാണാം. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി നമുക്ക് ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, കൊച്ചുമക്കൾ ഇത് ചെയ്യുമ്പോഴാണല്ലോ. നമ്മളെപ്പോഴും പലപ്പോഴും വലിയൊരു ചെയ്യുന്നവ കണ്ടിട്ടുണ്ട്. പക്ഷെ കുഞ്ഞു മക്കളില് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഒരു സെൽഫ് എന്താ പറയുന്ന ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സംരംഭകത്തിന് സാധിക്കും. അപ്പൊ നമ്മളിതാ പോവാണ്. നമുക്ക് ഇവരെ ഒന്ന് കാണാം, പരിചയപ്പെടാം. അപ്പൊ ഇതാ ഇവിടെ ടീച്ചേഴ്സും ആന്റിമാരൊക്കെ നല്ലതായിട്ട് ഒരുങ്ങി നിപ്പുണ്ട്. ഇവിടെ കുട്ടികളെല്ലാം നിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യം നമുക്ക് ഇവർ വരച്ച കുറെ ചിത്രങ്ങളുണ്ട്. ഹായ്. അപ്പൊ ഈ ചിത്രങ്ങളുണ്ട്. ഈ മക്കൾ തന്നെ വരച്ച ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ക്രൗഡഡ് ആണ്. ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ. അത് തന്നെ വലിയ സന്തോഷം. അപ്പൊ ഇവിടെ നമ്മുടെ വിമൻ എല്ലാരും നിൽക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഹായ് രഞ്ജിജി, ലൈവ് ആണ്. ഹായ്, പറഞ്ഞോ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചും എന്താ പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെ. ആദ്യം മാമിനെ കുറിച്ചൊന്ന് പറയൂ. ഞാൻ ഡോക്ടർ വിജയലക്ഷ്മി, സന്ദീപനിയുടെ ഡയറക്ടറാണ്. നമ്മുടെ ഈ കാണുന്ന സ്റ്റോളൊക്കെ ഞങ്ങളുടെ സ്കൂളില് യങ് ഓൺട്രപ്രണേഴ്സ് ഒരു പേപ്പറുണ്ട് പഠിപ്പിക്കാൻ. അതിന്റെ ഭാഗമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇൻകൾക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ഈവൻ്റാണിത്. കുട്ടികൾക്ക് നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി എടുക്കാം, എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുക മാത്രമല്ല, they have to do something by themselves. This is an initiative of Sandeepani for that. Thank you ma'am. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട രചിജി ഇപ്പൊ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ള സന്ദീപനിയുടെ പ്രിൻസിപ്പൽ ആയിട്ട് എന്റെ ഒരു ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഒരു മെന്ററൊക്കെയാണ്. ചേച്ചി പറയൂ. ഗുഡ് ഈവനിങ്. ഭയങ്കര സന്തോഷം ഷാലീൻ. ഈ സമയമില്ലാത്ത സമയത്ത് അവിടെ ഇത്ര ജോലി, ഒരു സ്വന്തം ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഷീ കെയിം within a short notice, and as madam told, the Sandeepani is the first stress free school started from 2004. ഇതൊരു സ്മോൾ ഒരു ഇനിഷ്യേറ്റീവ് ആണ് യങ് എന്റർപ്രണർഷിപ്പിന് വേണ്ടി. ഇത് സ്റ്റാർട്ടിങ് കുറച്ച് ഞങ്ങൾക്ക് എക്സാംസ് ഇതെല്ലാം ആയതുകൊണ്ട് കുറച്ച് ചെറിയൊരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഡിസംബറിൽ ഞങ്ങളൊരു വലിയ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട് വിത്ത് ലോട്ട് ഓഫ് ഐറ്റംസ്. യു ആർ ഓൾ വെൽക്കം ദെയർ. താങ്ക് യു ഷാലീൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് പരിചയപ്പെടാം, കൂടെ വരാം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ മലയാള മനോരമയുടെ ഒരു ബുക്ക് ഹൗസ് ആണ്. ഇതിന് നേതൃത്വം നൽകുന്നത്. Can you tell about how's the experience? Tell you first your name. My name is Akash. I'm studying in 8th grade. My name is Nihal. I'm studying in grade 8th. My name is Ranjan. I am studying grade 8. Tell about this exhibition. It is discount 20%. ബുക്സിന്റെ ഡിസ്കൗണ്ട് ആണ്. ഇവര് നമ്മളെ എന്താണ് ഓൺട്രപ്രണർഷിപ്പ് പഠിക്കുവാണ്, ഇവർ സെയിൽസ് പഠിക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഇതില് മെയിൻ ബുക്കായിട്ട് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നത് മാജിക് പോട്ട്, കളിക്കുടുക്ക, ടെൽ മീ വൈ. ഓക്കെ, ഈ 3 പുസ്തകങ്ങളുണ്ടല്ലേ, കുട്ടികൾക്ക് വായിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് എക്സിബിഷൻ? എങ്ങനെയുണ്ടായിരുന്നു? Tell about it. How was the exhibition? It was good. It was good. How's the experience? Good. Good. Thank you. അപ്പൊ ഇവര് നമ്മുടെ പുസ്തക ഹാളിലാണ്. അടുത്തത് വരാൻ പോകുന്നത് ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഓർണമെന്റ്സിന്റെ ഇതാണ്. നല്ല മിടുക്കി പെൺകുട്ടികൾ നല്ല ഭംഗിയായിട്ട് അവര് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓർണമെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇത് കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടല്ലോ ഇതിനകത്ത്. സോ നിങ്ങൾ ആദ്യം പേരുകൾ പറയൂ. My name is Vaiga. I am studying in 7th standard. I am Vinaya. I am studying in
9th standard. ക്രോഷയാണ്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഈ പ്രോഡക്ട്സ് ഒക്കെ? ഒന്ന് പറയൂ അതിനെ പറ്റി. ഇതിൽ കൂടുതലുള്ളത് ഇൻവിസിബിൾ ചെയിൻസിന്റെ ആണ്. ലോട്ടസ് ഇൻവിസിബിൾ, പിന്നെ അതേപോലെ കുറെ ഇൻവിസിബിൾ ചെയിൻസിന്റെ ആണ് ഉള്ളത്. എന്താ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കാനുണ്ടായ തോന്നൽ ഉണ്ടാവാൻ കാരണം? ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ വലുതാകുമ്പോ പഠനത്തോടൊപ്പം ഒരു ജ്വല്ലറി മേക്കിംഗ് ഷോപ്പ് കൂടെ ഉണ്ടാകും അല്ലേ? ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ്. അടുത്തത് നമ്മുടെ ക്രോഷേ ബോൾസ് ആണ്, ക്രോഷേ പാവകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോൾസ് ഉണ്ട്, പറഞ്ഞോ. എന്റെ പേര് മീനാക്ഷി, ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ക്രോഷേസ് ആണ്. ഓക്കെ, ഞാൻ ക്രോഷേ ക്ലാസ്സിൽ പോയി പഠിച്ചതാ. ആണോ? എന്ത് പറയുന്നു? ക്രോഷേ പഠിക്കുമ്പോ എന്താ പ്രത്യേകിച്ച് ഉണ്ടാവുന്നത്? റിലാക്സിംഗ് ആണ്, സ്ട്രെസ് റിലീവർ ആണ് നല്ലതായിട്ട്. എൻഡ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. ഓക്കെ, അപ്പൊ ഏത് പ്രോഡക്റ്റ് നമ്മൾ അതിന്റെ പൂർത്തീകരണം എത്തുമ്പോൾ വി വിൽ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഈസ് എന്താണ് ബിഗസ്റ്റ് വൺ തിങ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് അല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അതെല്ലാം. യാ, കൺഗ്രാറ്റ്സ്. നിങ്ങൾ രണ്ടുപേരുമോ? പേര് പറഞ്ഞേ. അരുന്ധതി. അരുന്ധതി. ദിയ. ദിയ. ഓക്കെ. ആൻഡ് അടുത്ത് ക്രോഷേഡ് തന്നെ എടുത്തത് എന്താണ്? കുറെ നമ്മുടെ തലയിൽ വെക്കുന്ന സ്ലൈഡുകളും ഇതൊക്കെയുണ്ട്. ഒരു മിനിറ്റ്, ടെൽ അബൌട്ട് യുവർസെൽഫ്. എന്റെ പേര് ആഷ്ന, ഞാൻ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സോ ഹെയർ ആക്സസറീസ്. യു മേക്സ് ഇറ്റ് ഓർ യു ബോട്ട് ഇറ്റ് ഫ്രം സംവെയർ? ഉണ്ടാക്കിയതാണ്. ഓക്കെ. ആൻഡ് യു ഓൾസോ യു അക്കംപനീഡ് ഹെർ. ഓക്കെ, ടെൽ അബൌട്ട് എനിത്തിങ് അബൌട്ട് ഹൗ ദ ഓൺട്രപ്രണർ ജേർണി എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ഇങ്ങനെ ഇവിടത്തേക്ക് വേണ്ടി മാത്രമാണോ അതോ ഇനിയും സെല് ചെയ്യാൻ ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ട്. അപ്പൊ then all the best കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ ലക്കി ചാംസ് ഷൈനിങ് സ്റ്റാർസ് ആണ്. ഇതാ കുഞ്ഞ് ബ്രേസ്ലെറ്റ്സ് ഒക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ടെൽ അബൌട്ട് യുവർ സെൽഫ് മൈ ഡിയർ. My name is Rajit, studying 10th standard, and these are my dreams because I like making DIY, but most of the time I don't get time to do that. Still I want to try best for future. സെയിലായോ എന്നിട്ട്? Good, great. Okay. I'm passing to Iron. Hello, my name is Iron, and I've made keychains, bracelets, and some necklaces. I really like making these because it's a break from my studies. I really enjoyed making these, so I stayed up all night making them. Okay. And I've actually been really surprised with the sales. A lot of people have bought it. I actually thought I would not get that many sales. But you got it very sale within 1 hour. I got 13 sales and 1 reserve. Oh, great. Out of 40. So it's still quite a small number, but I'm still very happy about it. What about you? Your sister? Yeah. No. ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ടോ? ഇല്ലേ? ആഹാ. Can I pass it to her? Yeah, sure. Hello. My name is Kirta. I'm making beetroot lip balm. ലിപ് ബാം ആണിത്? Yeah. Okay. Purely organic. Yeah, organic. With no harm to the environment. With no harm to the environment. Oh, it is not harmful for the environment. Yeah. Okay, It's great. all organic. Okay. And next, the dream catchers. Who made it these all things? You. Tell about yourself, my kids. My name is Bhagat. I'm in 6th standard. My name is Salan. I am studying 7th standard. My name is Prem. I am studying 7th standard. How do you? എങ്ങനെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി. ഞാനിത് ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്കിത് ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ എനിക്കിത് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ ഇത് സെല് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഗ്രേറ്റ്. പ്യുവർ ഹാൻഡ് മെയ്ഡ്. വൺ സെക്കൻഡ്. അടുത്തത് നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സിന്റെ തന്നെ ഡ്രീം ക്യാച്ച് മേടിച്ചു. ആരാധന, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം? അടിപൊളി പ്രോഗ്രാമാണ്. ഈച്ച് കിഡ്സ് അവരുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ ഹാർഡ് വർക്ക് ദേ ഹാവ് പുട്ട്. അപ്പൊ ഞാൻ വാസ് ആസ്കിംഗ് ദ കിഡ്സ് ഹൗ ഡിഡ് യു എൻജോയ് ഡൂയിങ് ഇറ്റ്.
now they know the pressure and the pain happening behind entrepreneurship. അവർക്ക് പേടിയില്ല കാരണം അവർക്ക് it's easy to sell because we all are here, but our effort or it's really good, and I thank Sandipani School, Dr. Vijayalakshmi ma'am and Rati Chechi for this wonderful initiative. ഓക്കെ, താങ്ക് യു ആരാധന. അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ $1 million സ്മൈലിന്റെ ഡോക്ടർ ജിജി ഉണ്ട്. ഡോക്ടർ ജിജിയും കുടുംബവും മുഴുവനായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ എക്സിബിഷനെ കുറിച്ചൊന്ന് പറയൂ. വെരി വെൽ ഡൺ. ഞാൻ ഹാഫ് വേ ആയിട്ടേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ലുക്കിംഗ് വെരി വെരി നൈസ്. ഐ എൻകറേജ് എവരിവൺ ടു കം ആൻഡ് വിസിറ്റ് ദിസ് എക്സിബിഷൻ. It looks very nice. The children have done a good job. Excellent. Gigi, please. Yes. നമ്മുടെ കുട്ടികൾ എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എടുക്കുന്നത് ആദ്യത്തെ ഒരു സ്കൂളാണെന്ന് തോന്നുന്നു, ഒരു സബ്ജക്റ്റ് ആയിട്ട്. സോ വി ഷുഡ് പ്രൊമോട്ട് അവർ ചിൽഡ്രൻ ഡൂയിങ് ഓൾ ദിസ് തിങ്സ്. നോട്ട് അറ്റ് അഡൾട്ട് ഏജ് വന്ന് ബിസിനസ് അല്ല, കൊച്ചിലെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് സബ്ജക്ട് ഗോസ് റിയലി നൈസ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ സോ മെനി ചിൽഡ്രൻ. വി ഷുഡ് ഡെഫിനറ്റ്ലി പ്രൊമോട്ട് അവർ ചിൽഡ്രൻ ഫോർ ഓൾ ദീസ് ബിസിനസ്സസ്. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുൻപിലുള്ള സ്പേസിലാണ്. നമ്മുടെ ഇവിടെ എക്സിബിഷൻ നടക്കുകയാണ്. സന്ദീപിനി സ്ട്രെസ് ഫ്രീ, ആദ്യത്തെ എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഫ്രീ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഇന്നോവേറ്റീവ് സ്കൂളാണ്. ആ സ്കൂളിലെ മക്കളുടെ എക്സിബിഷൻ ആണ് നടക്കുന്നത്. സോ വീണ്ടും നമ്മള് ബാക്കി 1-2 പേരിലൂടെ പോവാം. ഓക്കെ, ഹായ് മാം. ഇത് എനിക്ക് തോന്നുന്നു സോപ്പിന്റെ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ 2-3 പേര് സോപ്പ് വാങ്ങിക്കുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ സർ, tell about yourself and tell about ഈ ഒരു ജേർണി, ഈ ഒരു കുട്ടികളുടെ എക്സിബിഷനെ കുറിച്ച്. Hi, myself Vijin. I'm the director of Capablanca Chess School, who is in online chess learning. അതിൽ 14 countries കുഞ്ഞുങ്ങളെ ചെസ് സ്കൂളിൽ ഓൺലൈൻ പഠിക്കുന്നുണ്ട്. ബട്ട് ദിസ് കുട്ടികളെ കാണുന്ന ടൈമിൽ ദേ ആർ കമ്മിങ് ടു ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് പാർട്ട് ഓഫ് ദർ ലൈഫ്, ദാറ്റ് ഈസ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പൊ അവരുടെ ഏറ്റവും ഈ ഒരു ടൈമിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുന്നതിൽ സന്ദീപിനി സ്കൂൾ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വി വർ ട്രൈങ് ടു ടെസ്റ്റ് ഹൗ ദേ ആർ ഗോയിങ് ടു സെൽ ദ പ്രോഡക്റ്റ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, ഡ്രൈ സ്കിൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓർഗാനിക് എന്ന് പറയുന്നുണ്ട്. ദേ നോ ഹൗ ടു പിക്ക് ദ പ്രോഡക്റ്റ്. സോ ദിസ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ സ്കൂൾ ആൻഡ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന കുറെ പേരെ കാണാം. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തോ? Hi, my name is Advait and we are making soap and it is made by us children of Sandipani School. എന്തൊക്കെ പ്രത്യേകതയുള്ള സോപ്പുകളാണ് ഉള്ളത്? It is completely handmade and made from pure coconut oil and stone powder, and it nourishes your skin and makes your skin smooth. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടത്? Yeah. Great. My name is Malavika Naveen. I am studying in grade 9. മോളും കൂടെ ഇതിനകത്ത് പാർട്ടാണ് അല്ലേ? Yes. ഓക്കെ, ഗ്രേറ്റ്. ഇവിടെ ഒരു കുട്ടി പാപ്പ ഉണ്ട്. Tell about yourself, my child. My name is Dev Siraj. ദേവ സെയിലിന് സഹായിക്കുവാണോ? Yes. അമ്മയുടെ കൂടെ വന്നതാണോ? Yes. ആണോ? ടീച്ചറാണോ ഇവിടുത്തെ? ഒന്ന് പറഞ്ഞു ടീച്ചർ, എന്തുണ്ട്, എന്ത് തോന്നുന്നു ഈ ഒരു യാത്ര? It's very great. I'm actually their life skills teacher, and I'm helping them with this entrepreneurship development program. And this is a very first step. We have not actually stepped on to the actual process. We just want them to have that feel of it, to have that confidence when something is solved by something that they created with love and passion. And this soap is made up of the whole school, and they were so passionate about it while making, So it's a lovely experience for us also, and we are so proud of them. Thank you. അടുത്തതാ വേറെ ഒരു ടീച്ചർ ഉണ്ട്. ടീച്ചർ ഇങ്ങനെ നോക്കുകയാണ്. ഇതൊക്കെ അടുത്ത നമ്മുടെ ഫുഡ് സ്റ്റോൾ ആണ്. ഫുഡ് സ്റ്റോളിൽ നിന്ന് ക്ഷീണിച്ച എങ്ങനെയുണ്ട്? എല്ലാതെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനീഷാണ് ഇതിന്റെ ഫുഡ് സ്റ്റോളിനെ കുറിച്ച് പറയൂ. എല്ലാരും വന്നപ്പോഴേ ചായയൊക്കെ തന്ന് എന്ത് തോന്നുന്നു ഈ ഒരു എക്സിബിഷനെ കുറിച്ച്? വാട്ട് യു ഫീൽ? നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പക്ഷെ കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളുടെ അച്ഛനമ്മമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഠിക്കുക, നമ്മൾ ഒരു ജോലി സമ്പാദിക്കുക, അതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു ഐഡിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ യു ഗെയിൻ നോളജ് ആൻഡ് യു ഡു വാട്ട് യു വാണ്ടഡ് ടു ഡു, വെദർ ഇറ്റ്സ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് പിള്ളേർക്ക് ഒരു ദേ ആർ ഗെറ്റിംഗ് എ ടേസ്റ്റ് ഓഫ് വാട്ട് ഇസ് ഓണ്ടർപ്രണർഷിപ്പ്. ഐ തിങ്ക് ദാറ്റ്സ് സംതിങ് വെരി ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വഴിയോരക്കട മഹേഷൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം. മഹേഷെ കണ്ടോ? നമ്മുടെ കുട്ടികള് സന്ദീപനി സ്കൂളിലെ കൊച്ചുമക്കളുടെ
എന്താണ് ബിസിനസ് യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 മണി മുതൽ 5 മണി വരെ ഈ മക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് 2 പാരന്റ്സിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സീനിയർ ടീച്ചറാണ്, പറഞ്ഞോളൂ ടീച്ചറെ. വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. 1 മന്തിനുള്ളിലാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. എനിവേ ഞങ്ങളുടെ കുട്ടികളെ ആ 1 മന്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡിസംബറിൽ വളരെ പൂർവാധിക ശക്തിയോടുകൂടി വളരെ വലിയ സ്റ്റോളുമായി വരുന്നതാണ്. ഡിസംബർ അതെ, ഉറപ്പായിട്ടും. ഇവിടെ സന്ദീപിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരന്റാണ് ഞങ്ങൾ. ഇവർക്ക് കിട്ടിയത് വളരെ നല്ലൊരു എക്സ്പോഷറാണ്. അതായത് ആദ്യമേ ചെറുപ്രായത്തിലെ ഇതേപോലെയുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നത് വളരെ നല്ലതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇവിടെ എല്ലാവരും കണ്ടോ, ഏറ്റവും ഭംഗിയായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു എക്സിബിഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇനി ഏകദേശം 2 മണിക്കൂർ, ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ. അപ്പോ സന്ദീപിനി സ്കൂളിന്റെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വളരെ ഭംഗിയായിട്ട് ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആഘോഷമാക്കുകയാണ് ഇവിടെ. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്, ട്രിവാൻഡ്രം കൊടുക്കുന്ന സപ്പോർട്ടാണ് ഇവിടെ എല്ലാവരും. അതുകൊണ്ട് താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു. അപ്പോ ഞാനിവിടെ നിന്ന് ഇനി യാത്രയാവാണ്. നമ്മളിനി നങ്ങേലി കിച്ചൺ നമുക്കിവിടെ വിമൻസ് ക്ലബിലേക്ക് പോവാണ്. ബൈ. താങ്ക് യു.